والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب കിതാബ് നവാഫിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകളുടെ ഫസ്ൽ രാത്രി കിടക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പറയേണ്ട ദിക്റുകളും അതുമായി ബന്ധപ്പെട്ടാണ്. അതിലടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ റമളാനിൻ്റെ സക്കാത്ത് അഥവാ സക്കാത്തുൽ ഫിത്ർ അതിൻ്റെ ഭക്ഷണധാന്യങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ, അതിന് കാവൽക്കാരനായിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത്. അതിനെ നോക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഫഅതാനി ആതിൻ, അങ്ങനെ രാത്രിയിൽ ഒരാൾ വന്നു. ഫജഅല യഹ്തു മിന അത്ആം, അങ്ങനെ അതിൽ നിന്ന് ഭക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നതായിട്ട് കണ്ടു. ഫഅഖദ്തുഹു, അബൂ ഹുറൈറ പറയാണ്, ഞാൻ അവനെ പിടിച്ചു. ഫഖുൽതു ലാ അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഏൽപ്പിക്കുക തന്നെ ചെയ്യും. ഖാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇന്നി മുഹ്താജുൻ, ഞാൻ ആവശ്യക്കാരനാണ്. വഅലയ്യ ദൈനുൻ വഇയാലുൻ, എനിക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്, എനിക്ക് വലിയ കുടുംബമുണ്ട്. വലിയ ഹാജത്തുൻ ഷദീദത്തുൻ, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നെടുത്തത് പറഞ്ഞു. ഫഖല്ലൈതു അൻഹു, അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ കേട്ടപ്പോൾ അയാൾ ഒഴിവാക്കി. ഫസ്ബഹ്തു, അങ്ങനെ രാവിലെ ആയപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, മാ ഫഅല അസീറുകൽ ബാരിഹത, നീ പിടിച്ച അയാൾ എന്താണ് ഇന്നലെ ചെയ്തത്, നീ പിടിച്ച അയാൾ എന്താ ചെയ്തു ചോദിച്ചു. ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശകാ ഹാജതൻ ഷദീദതൻ വഇയാലൻ, അയാൾ ഒരുപാട് കഷ്ടപ്പാടും ആവശ്യമൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു, കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. ഫറഹിംതുഹു ഫഖല്ലൈതു സബീല, എനിക്കപ്പോൾ കാരുണ്യം തോന്നി അയാളോട്, ഞാൻ അയാളെ ഒഴിവാക്കി പറഞ്ഞു. ഖാല, എന്നിട്ട് പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക വസയഊദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ നിന്നോട് കളവ് പറഞ്ഞതാണ്, അവൻ ഇനിയും മടങ്ങി വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅറഫ്തു അന്നഹു സയഊദു, എനിക്ക് ഉറപ്പായിരുന്നു അവൻ വീണ്ടും മടങ്ങുമെന്ന്. ലിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു സയഊദു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വീണ്ടും തിരിച്ചു വരുന്നു. ഫറസദ്തുഹു ഫജാഅ യഹ്തു മിന അത്ആം, അങ്ങനെ പിറ്റേ ദിവസം അയാൾ വരുമെന്ന നിലയ്ക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവനെ നോക്കി നിന്നു. അങ്ങനെ അവൻ വീണ്ടും വന്ന് ഭക്ഷണത്തിൽ നിന്ന് എടുത്തു. പിന്നെ അങ്ങനെ എടുത്ത് അതേപോലെ ഫഅഖദ്തുഹു, ഞാൻ അവനെ പിടികൂടി. യാനി ഫി സാലിസ, അങ്ങനെ രണ്ടാമത്തെ ദിവസം ഉണ്ടായി. രണ്ടാമത്തെ ദിവസവും അയാൾ വന്നിട്ട് അയാളുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ വിട്ടയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇനിയും വരുമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ദിവസം അയാൾ വന്നു. ഫഖുൽതു ലാ അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തെ ദിവസം അങ്ങനെ വന്നപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തായാലും നിന്നെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. വഹാദ ആഖിറു സലാസി മർറാത്ത് തസ്ഉമു അന്നക ലാ തഊദ്, ഇത് മൂന്നാമത്തെ തവണയാണ് നീ ഇനി മടങ്ങില്ല എന്ന് പറഞ്ഞിട്ട് നീ വരുന്നത്. നീ തുമ്മ തഊദ്, എന്നിട്ട് നീ മടങ്ങി വരുന്നുണ്ട്, എന്തായാലും ഞാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ദഅനി, എന്നെ നീ വെറുതെ വിടണം. വഅല്ലിംക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹാ, നീ എന്നെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം, അത് മുഖേന അള്ളാഹു നിനക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഖുൽതു മാഹുൻ, അപ്പോൾ അബൂ ഹുറൈറ പറയുകയാണ്, ഞാൻ ചോദിച്ചു, എന്താണ് ആ വാക്കുകൾ. ഖാല, ഇദാ അവൈത ഇലാ ഫിറാശിക്, നീ നിന്റെ കിടപ്പറയിലെത്തിയാൽ, കിടക്കാനായി എത്തിക്കഴിഞ്ഞാൽ, ഫഖ്റ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞു. ഹത്താ തഖ്തിമൽ ആയ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, അങ്ങനെ നീ ഈ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ടാണ് നീ ഉറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാനുള്ള ഒരു കാവൽക്കാരൻ, ഒരു സംരക്ഷകൻ നിനക്കുണ്ടാകും. അള്ളാഹുവിൽ നിന്ന് പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ നിയോഗിക്കും നിനക്ക് സംരക്ഷകനായിട്ട്. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ, നിന്റെ അടുക്കലേക്ക് പ്രഭാതം വരെ ഒരു ശൈത്താനും അടുക്കയില്ല. ഫഖല്ലൈതു സബീലഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവനെ വെറുതെ വിട്ടു. ഫസ്ബഹ്തു, അങ്ങനെ രാവിലെയായി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, മാ ഫഅല അസീറുകൽ ബാരിഹത, ഇന്നലെ ആ പുള്ളി എന്താണ് ചെയ്തത് ചോദിച്ചു.
ഖുൽതു യാ റസൂലല്ലാഹ്, അപ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, സഅമ അന്നഹു യുഅല്ലിമുനി കലിമാത്തിൻ യൻഫഉനി അല്ലാഹു ബിഹാ ഫഖല്ലൈതു സബീലഹു. അവൻ എനിക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അത് അള്ളാഹുവിൽ നിന്ന് നേട്ടം ലഭിക്കാവുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. ഖാല മാ ഹിയ, അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണത്? ഖുൽതു ഖാല ലി, അവൻ എന്നോട് പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാശിക് ഫഖ്റ ആയത്തുൽ കുർസി, നീ നിന്റെ കിടപ്പറ എത്തിയാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. മിൻ അവ്വലിഹാ ഹത്താ തഖ്തിമൽ ആയ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ. എന്നിട്ട് പറഞ്ഞു, വഖാല ലി ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ, ഇത് പാരായണം ചെയ്തിട്ടാണ് നീ കിടന്നത് എങ്കിൽ അള്ളാഹു നിനക്ക് ഒരു സംരക്ഷകനെ നിയോഗിക്കും എന്ന് പറഞ്ഞു. വലാ യഖ്റബുക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, പ്രഭാതം വരെ ഒരു പിശാചും നിന്റെ അടുക്കിലേക്ക് അടുക്കില്ല എന്നും. എന്നിട്ട് പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖ. ഈ ഹദീസിന്റെ ലഫ്ളിൽ ഇത്ര പറയുന്നുണ്ട്, വകാനു അഹ്റസ് ഷൈഇൻ അൽ ഖൈർ, ഈ സഹാബികൾ നന്മയിലേക്ക് അത്രയും താല്പര്യം കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ കേട്ടപ്പോഴേക്കും അബൂ ഹുറൈറ വിടാൻ കാരണമായത്. അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖ, തീർച്ച അവൻ പറഞ്ഞ കാര്യം സത്യമാണ്. വഹുവ കദൂബുൻ, പക്ഷെ അവൻ കള്ളനുമാണ്. തഅലമു മൻ തുഖാതിബു മുൻദു 3 ലയാലിൻ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, പിന്നെ നീ ആരോടാണ്, മൻ തുഖാതിബു മുൻദു 3 ലയാലിൻ യാ അബൂ ഹുറൈറ, ആരോടാണ് നീ സംസാരിച്ചത് എന്ന് നിനക്ക് അറിയുമോ ചോദിച്ചു. ഖുൽതു ലാ, അപ്പോൾ പറഞ്ഞു, എനിക്കറിയില്ല. ഖാല ദാക ശൈത്താൻ, അത് ശൈത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് സത്യപ്പെടുത്തിയ കാര്യമാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അല്ലാഹു തആല ഒരു സംരക്ഷകനെ നിയോഗിക്കുകയും ഒരു പിശാചിനും അടുക്കാൻ പറ്റാത്ത രീതിയിൽ സംരക്ഷണം അള്ളാഹു ഒരുക്കുമെന്നുള്ളത്. ആയത്തുൽ കുർസിക്ക് ധാരാളം ഫദ്ലുകൾ ധാരാളം സന്ദർഭങ്ങളിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇൽതജഅ മൽജഅൻ ലം യദ്കുരില്ലാഹ ഫീഹി, ആരെങ്കിലും അവന്റെ കിടപ്പറയിലേക്ക് അല്ലെങ്കിൽ കിടക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്, അവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നേ ഇല്ല, കാന അലൈഹി തിറത്തുൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവനൊരു ഖേദമുണ്ടാകുന്ന അവസ്ഥയിലല്ലാതെ അവനുണ്ടാകില്ല, അവനൊരു ഖേദമുണ്ടാകും. വമൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ലാഹ ഫീഹി, അവനൊരു സദസ്സിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സദസ്സിൽ പങ്കുചേരുകയാണ്, അവിടെ അവൻ അള്ളാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ കാന അലൈഹി തിറത്തുൻ യൗമൽ ഖിയാമ, അവൻ അതിന്റെ മേലെ നാളെ പരലോകത്ത് ഒരു ഖേദവും അല്ലെങ്കിൽ ഒരു കുറവ് നാളെ പരലോകത്ത് അവനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കേണ്ട സമയങ്ങളിൽ പ്രത്യേകമായിട്ടൊരു സമയമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നുള്ളത്. ഇതിൽ ചില ദിക്റുകളും ദുആകളും ഈ കിതാബിൽ വന്നിട്ടുണ്ട്. ഇതിന് പുറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആകളും ദിക്റുകളും എല്ലാം വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും നാം ചെയ്യണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.